നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ബി.ജെ.പി. ചെറുവണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുയിപ്പോത്ത് IP പെട്രോൾ പമ്പിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് D.K. മനു ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധം ശക്തമാക്കി ബി.ജെ.പി. ചെറുവണ്ണൂർ മണ്ഡലം കമ്മിറ്റിയും. മുയിപ്പോത്ത് IP പെട്രോളിയം പമ്പിൽ നിന്ന് വെള്ളം കലർന്ന പെട്രോൾ മോട്ടോർ ഉപയോഗിച്ച് പുറത്തേക്കൊഴുക്കിവിട്ടു. സമീപത്തെ വാഴകളും പുല്ലും ഔഷധച്ചെടികളടക്കം കരിഞ്ഞുണങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ പമ്പിലെ ഭൂഗർഭ ടാങ്കിൽ വിള്ളലുണ്ടാവുകയും അതിലേക്ക് മഴവെള്ളം കലരുകയുമായിരുന്നു. ഇതേ തുടർന്ന് പമ്പിൽ നിന്ന് ഇന്ധനമടിച്ച വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതോടെ ഉപഭോക്താക്കൾ ഇവിടെ നിന്ന് പെട്രോൾ അടിക്കുന്നത് നിർത്തിയിരുന്നു. ഇതോടെ ടാങ്കിൽ അവശേഷിച്ച വെള്ളം കലർന്ന പെട്രോൾ നിയമാനുസൃതമായ രീതിയിൽ ടാങ്കറിലാക്കി മാറ്റി സംസ്കരിക്കുന്നതിനു പകരം പെരുമഴ രാത്രിയിൽ പമ്പുടമ മോട്ടോർ വെച്ച് പമ്പിന് പിന്നിലെ ഓടയിലേക്ക് പമ്പ് ചെയ്ത് കളയുകയായിരുന്നു. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണിത്. പമ്പിന് തൊട്ടടുത്തു തന്നെ ഒരു ഡയാലിസിസ് സെന്ററും പ്രവർത്തിക്കുന്നുണ്ട്. ഇത്രയും ജനവാസമേറിയ മേഖലയിലെ ഓടയിലേക്ക് ഇന്ധനം ഒഴുക്കിവിട്ടതോടെ പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകളായ കിണറുകൾ മുഴുവൻ മലിനമാകുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. പമ്പുടമയുടെ ഈ സാമൂഹ്യദ്രോഹ നടപടിക്കെതിരെ ബി.ജെ.പി. ചെറുവണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെട്രോൾ പമ്പിനു മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. ബി.ജെ.പി. മണ്ഡലം പ്രസിഡന്റ് D.K. മനു ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ പമ്പിൽ നിന്ന് ഈ പമ്പിലേക്ക് വെള്ളം കയറിയ എണ്ണ വിവിധ വാഹനങ്ങളിൽ അടിക്കുകയും ആ വാഹനങ്ങളൊക്കെ കേടുപാടുകൾ സംഭവിക്കുകയും ആ വാഹനങ്ങളൊക്കെ ഈ പമ്പ് ഉടമ നന്നായി കൊടുക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പമ്പ് ക്ലീൻ ചെയ്യുക എന്നൊരു അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കോരി ചെരിയുന്ന മഴയത്ത് ഈ പമ്പ് ക്ലീൻ ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായി. മോട്ടർ വെച്ച് അധ്യക്ഷ ഭാഷണം സൂചിപ്പിച്ചതുപോലെ മോട്ടർ വെച്ച് പമ്പ് വറ്റിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. ആ വറ്റിച്ച എണ്ണകളൊക്കെ നമ്മുടെ അടുത്തുള്ള പറമ്പിലേക്ക് മാറ്റുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ കിണറുകളിലും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ എണ്ണ വ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രദേശവാസികൾ എല്ലാ ആളുകളും പ്രക്ഷോഭത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി.ജെ.പി. ഇത്തരത്തിലുള്ള ഒരു സൂചനാ സമരം എന്നുള്ള നിലയ്ക്ക് ഇന്ന് ഈ ഒരു സമരം നടത്തി വന്നിരിക്കുന്നത്. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ ഒട്ടനവധി നേതാക്കൾ. ബി.ജെ.പി. പഞ്ചായത്ത് മണ്ഡലം പ്രസിഡന്റ് സായിദാസ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി M. പ്രകാശൻ, K.T. വിനോദ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി K.P. സുനിൽ സ്വാഗതം പറഞ്ഞ ധർണയ്ക്ക് കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് P.M. സജീവൻ നന്ദി പറഞ്ഞു. രോഹിത് A.K., സന്തോഷ്, ശ്രീജിത്ത്, സന്തോഷ് കുഞ്ഞോത്ത്, അനീഷ് തോട്ടത്തിൽ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. വീട്ടിന്റെ മുന്നിലെ തോട്ടിൽ പെട്രോൾ കലർന്ന മലിനജലം ഒഴുക്കിയവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അയൽവാസികൾ പറഞ്ഞു. കഴിഞ്ഞ 9-ാം തീയതി എന്നാണ് പറയുന്നത്. പിന്നെ ഈ ടാങ്കിലെ വെള്ളം കലർന്ന ടാങ്കിൽ പലതവണയായിട്ട് ഈ വെള്ളം കലരുന്നുണ്ട്. ആൾക്കാർ പെട്രോൾ അടിച്ചിട്ട് വണ്ടി നിന്നൊക്കെ പോകുന്നുണ്ട്. അപ്പം പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പെട്രോളിൽ മായം കലർന്നതിന് ശേഷം ആൾക്കാർ വന്ന് പെട്രോൾ അടിക്കാണ്ടായപ്പോൾ ഇതിൻ്റെ ഉടമ ഇത് ശാസ്ത്രീയമായി ഡിസ്പോസ് ചെയ്യുന്നതിന് പകരം ഇത് ശാസ്ത്രീയമായി ഡിസ്പോസ് ചെയ്യേണ്ടത് ഇത് ടാങ്കിലെടുത്ത് ഇത് കൊണ്ടുപോയി ഒഴിവായി ഡിസ്പോസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അതിന് പൈസ ചിലവാകും, സാമ്പത്തിക ചിലവാകും. അതിന് ആ സാമ്പത്തിക ലാഭം നോക്കിയിട്ട് ഇതിൻ്റെ പിറകിലേക്ക് പമ്പ് വെച്ച് അടിച്ചൊഴിച്ചതാണ്. കണ്ടില്ലേ, ഈ പ്രദേശം മുഴുവൻ കരിഞ്ഞുണങ്ങി കിടക്കുകയാണ്. ഈ തോട്ടിലാണ് ഇത് ഒഴിച്ചത്. അപ്പോൾ ഇത് നമ്മൾ മണത്തിട്ട് നല്ല സ്മെല്ലായിട്ട് നമ്മളിങ്ങനെ അന്വേഷിച്ചു തുടങ്ങി. നമുക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ഇത് കരിഞ്ഞത് കാണുന്നത്. അപ്പോഴാണ് ഇത് കംപ്ലീറ്റ് അടിച്ചൊഴിക്കുകയെന്ന് മനസ്സിലാകുന്നത്. ഇതിൻ്റെ ഭീകരത മനസ്സിലാകുന്നത്. അന്നൊരു സ്പാർക്ക് കൊണ്ടിരുന്നെങ്കിൽ ഈ പ്രദേശം മുഴുവൻ കത്തിപ്പോയിരുന്നു. മാത്രമല്ല ഈ പ്രദേശത്ത് നമ്മൾ കുടിവെള്ളമെല്ലാം ഇനി മലിനായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് വരാൻ പോകുന്നത്. 2-3 മാസം കഴിയുമ്പോൾ നമ്മുടെ വെള്ളത്തിലേക്കൽ ഇത് ഇറങ്ങും. തൊട്ടടുത്തൊരു 100 മീറ്ററിനുള്ളിൽ ഡയാലിസിസ് സെൻ്റർ ഉണ്ട്. അവിടെ 40 രോഗികളും ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രദേശത്തെ മുഴുവൻ മലിനമാക്കുന്ന ഇതൊരു ക്രൂരമായ, ഇതിന് വലിയ ക്രൂരത വേറൊന്നുമില്ല. ക്രൂരമായ പ്രവൃത്തിയാണ് ഈ പമ്പിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് എന്താ പറയുക, അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.